ഡിസംബർ മാസം എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളും ഇന്ന് ചെറുതായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞങ്ങൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യണത്. അല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു നക്ഷത്രം കെട്ടിത്തൂക്കും, അത്രേ ഉള്ളൂ. ഇക്കൊല്ലം ആദ്യമായിട്ടാണ് ഞങ്ങൾ പുൽക്കൂട് വാങ്ങി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ നമ്മുടെ പിള്ളേർ തന്നെയാണ് കേട്ടോ ചെയ്തത്. അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നക്ഷത്രങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു വെറൈറ്റിയിൽ പിടിച്ചു. പിന്നെ ഇതൊക്കെ നമ്മുടെ ആമയും മനുവും ആദ്യമൊക്കെ കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഉണ്ണിയേശുവിനെ മാത്രം ഇതിൽ കൊണ്ടു കിടത്തിയിട്ടില്ല. ഉണ്ണിയേശുവിനെ ക്രിസ്മസ് ഈവിനാണ് കൊണ്ടു കിടത്താറെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഇന്നലെയാണ് ഞങ്ങൾ കൊണ്ട് കിടത്തിയത് കേട്ടോ. ആദ്യം ഇതാ നോവിക്കാതെ കൊണ്ട് കിടത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെ കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മളെല്ലാം ആഘോഷിക്കാറുണ്ട്. ആഘോഷിക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ക്രിസ്മസ് കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും രണ്ടും കരോളൊക്കെ വീട്ടുമുറ്റത്ത് എത്തും കേട്ടോ. അങ്ങനെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവരെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ കയ്യിലുള്ള കാശൊക്കെ കൊടുത്ത് മടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇന്ന് വരല്ലേട്ടാന്ന്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, പിള്ളേരുടെ സന്തോഷമല്ലേ. പലാസൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നത്. അപ്പോൾ പലാസൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് കുറച്ച് കളിക്കുമ്പോൾ. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആള് ഭയങ്കര ആക്റ്റീവായിരുന്നു. ചാടി ചാടി മുറ്റത്ത് വീണ് ഉരുണ്ടിട്ടൊക്കെയാണ് കളിക്കണത്. അപ്പോൾ കുറേ പ്രാവശ്യം ക്രിസ്മസ് അപ്പൂപ്പന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തു വെച്ച ക്ലിപ്സ്. അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ചുറ്റുവശത്തുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ, അറിയുന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷെ അവർ മുഖം കാണിക്കില്ലല്ലോ, അത് കാരണം അത് ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ.